ശാന്തി 7-12-25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 2-2-2008 മധുബൻ. സമ്പൂർണ്ണ പവിത്രതയിലൂടെ ആത്മീയ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും അനുഭവിച്ചുകൊണ്ട് തൻ്റെ മാസ്റ്റർ ജ്ഞാനസൂര്യൻ്റെ സ്വരൂപം എമർജ് ചെയ്യൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള തൻ്റെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയുമുള്ള പരിവാരത്തെ നോക്കുകയാണ്. ഈ റോയൽറ്റിയുടെയും ആത്മീയ പേഴ്സണാലിറ്റിയുടെയും ഫൗണ്ടേഷനാണ് സമ്പൂർണ്ണ പ്യൂരിറ്റി. പ്യൂരിറ്റിയുടെ അടയാളമായി എല്ലാവരുടെയും മസ്തകത്തിൽ, എല്ലാവരുടെയും ശിരസിൽ ലൈറ്റിൻ്റെ കിരീടം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തിളങ്ങുന്ന കിരീടധാരിയും ആത്മീയ റോയൽറ്റിയും ആത്മീയ പേഴ്സണാലിറ്റിയും ഉള്ളവർ കേവലം ബ്രാഹ്മണ പരിവാരമായ താങ്കൾ മാത്രമാണ്. കാരണം പ്യൂരിറ്റിയെ സ്വായത്തമാക്കി. ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ പ്യൂരിറ്റിയുടെ പ്രഭാവം ആദികാലം മുതൽ പ്രസിദ്ധമാണ്. ഓർമ്മ വരുന്നുണ്ടോ? തൻ്റെ അനാദിയും ആദികാലത്തെയും ഓർമ്മിക്കൂ. ആദികാലത്തിലും പ്യോർ ആത്മാക്കളായ താങ്കൾ ആത്മരൂപത്തിലും വിശേഷിച്ച് തിളങ്ങുന്ന നക്ഷത്രങ്ങളായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ആത്മാക്കളും ഉണ്ട്. എന്നാൽ നക്ഷത്രങ്ങളായ താങ്കളുടെ തിളക്കം എല്ലാവരുടെയും കൂടെ ആയിരിക്കുമ്പോഴും വിശേഷിച്ച് തിളങ്ങുന്നു. ഏതുപോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ അനേകമുണ്ട്. എന്നാൽ ചില നക്ഷത്രങ്ങൾ സ്പെഷ്യലായി തിളങ്ങുന്നവയായിരിക്കും. എല്ലാവരും സ്വയം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ആദികാലത്തിൽ താങ്കളുടെ പ്യൂരിറ്റിയുടെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും എത്ര മഹാൻ ആയിരുന്നു. എല്ലാവരും ആദികാലത്തിൽ എത്തിച്ചേർന്നുവോ? എത്തിച്ചേരൂ. ചെക്ക് ചെയ്യൂ. എൻ്റെ തിളക്കത്തിൻ്റെ രേഖ എത്ര %ആണുള്ളത്? ആദികാലം മുതൽ അന്തിമകാലം വരെയും താങ്കളുടെ പ്യൂരിറ്റിയുടെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും സദാ നിലനിൽക്കുന്നു. അനാദികാലത്തിലെ തിളങ്ങുന്ന നക്ഷത്രം തിളങ്ങിക്കൊണ്ട് ബാബയുടെ കൂടെ നിവസിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ തന്നെ തൻ്റെ വിശേഷത അനുഭവിക്കൂ. എല്ലാവരും അനാദികാലത്തിൽ എത്തിച്ചേർന്നുവോ? പിന്നെ മുഴുവൻ കൽപ്പത്തിലും പവിത്ര ആത്മാക്കളായ താങ്കളുടെ റോയൽറ്റി ഭിന്ന ഭിന്ന രൂപത്തിൽ നിലനിൽക്കും. കാരണം ആത്മാക്കളായ താങ്കളെ പോലെ ആരും സമ്പൂർണ്ണ പവിത്രം ആയിട്ടേയില്ല. പവിത്രതയുടെ ജന്മസിദ്ധ അധികാരം വിശേഷ ആത്മാക്കളായ താങ്കൾക്ക് ബാബയിലൂടെ പ്രാപ്തമാണ്. ഇപ്പോൾ ആദികാലത്തിലേക്ക് പോകൂ. അനാദികാലവും കണ്ടു. ഇപ്പോൾ ആദികാലത്തിൽ താങ്കളുടെ പവിത്രതയുടെ റോയൽറ്റിയുടെ സ്വരൂപം എത്ര മഹത്തരമാണ്. എല്ലാവരും സത്യയുഗത്തിൽ എത്തിച്ചേർന്നുവോ? എത്തിച്ചേർന്നോ? വന്നു ചേർന്നോ? എത്ര പ്രിയങ്കരമായ സ്വരൂപമാണ് ദേവതാരൂപം. ദേവതമാരെ പോലെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും മുഴുവൻ കൽപ്പത്തിലും ഒരു ആത്മാവിനും ഇല്ല. ദേവതാരൂപത്തിൻ്റെ തിളക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും ആത്മീയ പേഴ്സണാലിറ്റി, ഇതെല്ലാം പവിത്രതയുടെ പ്രാപ്തിയാണ്. ഇപ്പോൾ ദേവതാരൂപം അനുഭവിച്ചുകൊണ്ട് മധ്യകാലത്തിലേക്ക് വരൂ. വന്നു കഴിഞ്ഞുവോ? വരുന്നതും അനുഭവിക്കുന്നതും സഹജമാണല്ലോ. അപ്പോൾ മധ്യകാലത്തിലും നോക്കൂ. താങ്കളുടെ ഭക്തർ
പൂജ്യ ആത്മാക്കളായ താങ്കളുടെ പൂജ ചെയ്യുന്നു, ചിത്രം ഉണ്ടാക്കുന്നു. എത്ര റോയൽറ്റിയുള്ള ചിത്രം ഉണ്ടാക്കുന്നു, എത്ര റോയൽറ്റിയോടെ പൂജിക്കുന്നു. തൻ്റെ പൂജ്യ ചിത്രം മുന്നിൽ വന്നുവല്ലോ. ധർമാത്മാക്കളുടെയും ചിത്രം ഉണ്ടാക്കപ്പെടുന്നു, ധർമ്മപിതാക്കന്മാരുടെയും ഉണ്ടാക്കപ്പെടുന്നു, അഭിനേതാക്കളുടേതും ഉണ്ടാക്കപ്പെടുന്നു. എന്നാൽ താങ്കളുടെ ചിത്രത്തിൻ്റെ ആത്മീയതയും വിധിപൂർവമുള്ള പൂജയും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അപ്പോൾ തൻ്റെ പൂജ്യ സ്വരൂപം മുന്നിൽ വന്നുവോ? ശരി, ഇനി അന്തിമകാലമായ സംഗമത്തിൽ വരൂ. ഈ ആത്മീയ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചുറ്റി സഞ്ചരിക്കൂ. തൻ്റെ പ്യൂരിറ്റിയുടെയും തൻ്റെ വിശേഷ പ്രാപ്തിയുടെയും അനുഭവം ചെയ്യൂ. അന്തിമകാലമായ സംഗമത്തിൽ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കൾക്കുള്ള പരമാത്മാ പാലനയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ പഠനത്തിൻ്റെയും ഭാഗ്യം കോടിയിൽ ചില ആത്മാക്കളായ താങ്കൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. പരമാത്മാവിൻ്റെ ഡയറക്റ്റ് രചനയും ആദ്യത്തെ രചനയുമായ പവിത്ര ആത്മാക്കളായ താങ്കൾക്ക് മാത്രമാണ് പ്രാപ്തമാകുന്നത്. അതിലൂടെ ബ്രാഹ്മണരായ താങ്കൾ തന്നെയാണ് വിശ്വത്തിലെ ആത്മാക്കൾക്കും മുക്തിയുടെ സമ്പത്ത് ബാബയിൽ നിന്നും നേടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ ചക്രത്തിലും അനാദികാലം, ആദികാലം, മധ്യകാലം, അന്തിമകാലം, മുഴുവൻ ചക്രത്തിലും ഇത്രയും ശ്രേഷ്ഠ പ്രാപ്തിയുടെ ആധാരം പവിത്രതയാണ്. മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. ഇപ്പോൾ സ്വയം തന്നെ ചെക്ക് ചെയ്യൂ, സ്വയം തന്നെ നോക്കൂ. നോക്കുന്നതിനുള്ള കണ്ണാടി ഉണ്ടല്ലോ. സ്വയം തന്നെ നോക്കുന്നതിനുള്ള കണ്ണാടി ഉണ്ടോ? ആരുടെ അടുക്കലുണ്ടോ അവർ കൈ ഉയർത്തൂ. കണ്ണാടി ഉണ്ടോ? കണ്ണാടി ക്ലിയർ ആണോ? അപ്പോൾ കണ്ണാടിയിൽ നോക്കൂ. എൻ്റെ പവിത്രതയുടെ % എത്രയാണ്? പവിത്രത കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, എന്നാൽ ബ്രഹ്മചാരി. മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാത്തിലും പവിത്രത ഉണ്ടോ? എത്ര % ഉണ്ട്? % കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ടീച്ചേഴ്സിന് അറിയാമോ? പാണ്ഡവർക്ക് അറിയാമോ? ശരി, സമർത്ഥരാണ്. മാതാക്കൾക്ക് അറിയാമോ? മാതാക്കൾക്ക് അറിയാമോ? ശരി. പവിത്രതയുടെ തിരിച്ചറിവാണ് വൃത്തി, ദൃഷ്ടി, കൃതി. മൂന്നിലും ചെക്ക് ചെയ്യൂ. സമ്പൂർണ്ണ പവിത്രതയുടെ വൃത്തി എന്തായിരിക്കുമോ അത് ബുദ്ധിയിൽ വന്നു കഴിഞ്ഞുവല്ലോ. ചിന്തിക്കൂ. സമ്പൂർണ്ണ പവിത്രതയുടെ വൃത്തി എന്നാൽ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും അനുഭവിയാണല്ലോ. ദൃഷ്ടി എന്തായിരിക്കും? ഓരോ ആത്മാവിനെയും ആത്മാവിൻ്റെ രൂപത്തിൽ നോക്കണം. ആത്മീയ സ്മൃതിയിലൂടെ സംസാരിക്കണം, നടക്കണം. ഷോർട്ടായി കേൾപ്പിക്കുകയാണ്. ഡീറ്റെയിൽ താങ്കൾക്ക് പ്രഭാഷണം നടത്താൻ സാധിക്കും. കൃതി, അതായത് കർമ്മത്തിൽ സുഖം എടുക്കുക, സുഖം നൽകുക. ഇത് ചെക്ക് ചെയ്യൂ. എൻ്റെ വൃത്തിയും ദൃഷ്ടിയും കൃതിയും ഇതനുസരിച്ചാണോ? സുഖം എടുക്കണം, ദുഃഖം എടുക്കരുത്. അപ്പോൾ ചെക്ക് ചെയ്യൂ. എപ്പോഴെങ്കിലും ദുഃഖം എടുക്കുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരൽപ്പം. ദുഃഖം നൽകുന്നവരും ഉണ്ടല്ലോ. അവർ ദുഃഖം നൽകുന്നു എന്ന് വിചാരിക്കൂ. താങ്കൾ അവരെ ഫോളോ ചെയ്യുകയാണോ വേണ്ടത്? ഫോളോ ചെയ്യണമോ അതോ വേണ്ടയോ? ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ദുഃഖം നൽകുന്നവരെയാണോ അതോ ബാബയെയാണോ? ബാബ അഥവാ ബ്രഹ്മ ബാബ നിരാകാരൻ്റെ കാര്യം തന്നെയാണെങ്കിലും
ബ്രഹ്മ ബാബ ഏതെങ്കിലും കുട്ടിക്ക് ദുഃഖം നൽകിയോ? സുഖം നൽകി, സുഖം നേടി. ഫോളോ ഫാദർ. അതോ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടിയും വരുന്നുവോ? പേര് തന്നെ ദുഃഖം എന്നാണ്. ദുഃഖം നൽകുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇത് മോശമായ വസ്തുവാണ് എന്നറിയുന്നുണ്ട്. ആരെങ്കിലും താങ്കളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ താങ്കൾ നല്ലതായി കണക്കാക്കുമോ? മോശമായാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ അവർ താങ്കൾക്ക് ദുഃഖം നൽകുകയും ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ, മോശമായ വസ്തു അഥവാ താങ്കൾക്ക് ആരെങ്കിലും നൽകുന്നുവെങ്കിൽ താങ്കൾ സ്വീകരിക്കുന്നുണ്ടോ? കുറച്ച് സമയത്തേക്ക്, കൂടുതൽ സമയമല്ല, കുറച്ച് സമയം. മോശമായ വസ്തു എടുക്കേണ്ടതുണ്ടോ? അപ്പോൾ ദുഃഖമോ ഇൻസൾട്ടോ എടുക്കുന്നത് എന്തിന്? തൻ്റെ മനസ്സിൽ ഫീലിങ്ങിൻ്റെ രൂപത്തിൽ വയ്ക്കുന്നത് എന്തിന്? അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, നമ്മൾ ദുഃഖം എടുക്കുന്നുണ്ടോ? അതോ ദുഃഖത്തെ പരിവർത്തനത്തിൻ്റെ രൂപത്തിലാണോ കാണുന്നത്? എന്തു മനസ്സിലാക്കുന്നു? ദുഃഖം എടുക്കുന്നത് റൈറ്റാണോ? മധുബനിലുള്ളവരെ റൈറ്റാണോ? കുറച്ചൊക്കെ എടുക്കണമോ? ദുഃഖം എടുക്കണം എന്നാണോ? എടുക്കാൻ പാടില്ല, പക്ഷേ എടുക്കുന്നു. അബദ്ധത്തിൽ എടുക്കുന്നു. അഥവാ ദുഃഖത്തിൻ്റെ ഫീലിംഗ് വന്നുവെങ്കിൽ ആരാണ് വ്യാകുലമാവുക? മനസ്സിൽ മാലിന്യം വച്ചിരിക്കുകയാണെങ്കിൽ ആര് വ്യാകുലമാകും? എവിടെ മാലിന്യം ഉണ്ടായിരിക്കുമോ അവിടെ തന്നെയായിരിക്കുമല്ലോ വ്യാകുലത ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് തൻ്റെ റോയൽറ്റിയെയും പേഴ്സണാലിറ്റിയെയും മുന്നിൽ കൊണ്ടുവരൂ. സ്വയം തന്നെ ഏത് സ്വരൂപത്തിൽ നോക്കണം? താങ്കളുടെ ടൈറ്റിൽ എന്താണ് എന്നത് അറിയുന്നുണ്ടല്ലോ. താങ്കളുടെ ടൈറ്റിലാണ് സഹനശീലതയുടെ ദേവി, സഹനശീലതയുടെ ദേവൻ. അപ്പോൾ താങ്കൾ ആരാണ്? സഹനശീലതയുടെ ദേവിമാരാണ്, സഹനശീലതയുടെ ദേവന്മാരാണ്. അതോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആകുന്നു. തൻ്റെ പൊസിഷൻ ഓർമ്മിക്കൂ, സ്വമാനം ഓർമ്മിക്കൂ. ഞാൻ ആരാണ്? ഇത് സ്മൃതിയിൽ കൊണ്ടുവരൂ. മുഴുവൻ കൽപ്പത്തിലെയും വിശേഷ സ്വരൂപത്തിൻ്റെ സ്മൃതിയെ കൊണ്ടുവരൂ. സ്മൃതി വരുന്നുവല്ലോ. ബാബ്ദാദ കണ്ടു ഏതുപോലെ എൻ്റേത് എന്ന വാക്കിനെ സഹജ ഓർമ്മയിലേക്ക് പരിവർത്തനപ്പെടുത്തി. അപ്പോൾ എൻ്റേതിൻ്റെ വിസ്താരത്തെ ഒതുക്കുന്നതിനായി എന്താണ് പറയുന്നത്? എൻ്റെ ബാബ. എപ്പോഴെല്ലാം എൻ്റേത് എന്നത് വരുന്നുവോ അപ്പോൾ എൻ്റെ ബാബയിൽ ഒതുക്കുന്നു. വീണ്ടും വീണ്ടും എൻ്റെ ബാബ എന്ന് പറയുന്നതിലൂടെ ഓർമ്മയും സഹജമായി മാറുന്നു, പ്രാപ്തിയും കൂടുതൽ ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ മുഴുവൻ ദിവസത്തിലും അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള സമസ്യയോ കാരണമോ വരുന്നുവെങ്കിൽ അതിന് വിശേഷിച്ച് ഈ 2 വാക്കുകളാണ്, ഞാനും എൻ്റേതും. ഏതുപോലെ ബാബ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ എൻ്റേത് എന്ന വാക്ക് ദൃഢമായി ഓർമ്മയായി കഴിഞ്ഞുവല്ലോ. ആയി കഴിഞ്ഞുവോ? ഇപ്പോൾ എല്ലാവരും ബാബ ബാബ എന്നല്ല പറയുന്നത്, എൻ്റെ ബാബ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഞാൻ എന്ന വാക്കിനെയും പരിവർത്തനപ്പെടുത്തുന്നതിനായി എപ്പോഴെല്ലാം ഞാൻ എന്ന വാക്ക് പറയുന്നുവോ അപ്പോൾ തൻ്റെ സ്വമാനത്തിൻ്റെ ലിസ്റ്റ് മുന്നിൽ കൊണ്ടുവരൂ. ഞാൻ ആരാണ്? കാരണം ഞാൻ എന്ന വാക്ക് വീഴ്ത്തുന്നതിനും നിമിത്തമാകുന്നു. ഞാൻ എന്ന വാക്ക് സ്വമാനത്തിൻ്റെ സ്മൃതിയിലൂടെ ഉയരങ്ങളിൽ ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഏതുപോലെ എൻ്റെ ബാബ എന്നത് അഭ്യാസമായി കഴിഞ്ഞുവോ അതേപോലെ തന്നെ
ഞാൻ എന്ന വാക്കിനെ ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ സ്മൃതിക്ക് പകരം തൻ്റെ ശ്രേഷ്ഠ സ്വമാനത്തെ മുന്നിൽ കൊണ്ടുവരൂ. ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്, സിംഹാസനസ്ഥമായ ആത്മാവാണ്, വിശ്വമംഗളകാരിയായ ആത്മാവാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്വമാനവുമായി ഞാൻ എന്നത് കൂട്ടിച്ചേർക്കൂ. അപ്പോൾ ഞാൻ എന്ന വാക്ക് ഉന്നതിയുടെ ഉപാധിയായി മാറും. ഏതുപോലെ എൻ്റേത് എന്ന വാക്ക് ഇപ്പോൾ മെജോറിറ്റിയും ബാബ എന്ന വാക്കിനെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ എന്ന വാക്ക് സ്വമാനത്തിൻ്റെ ഓർമ്മ വരുത്തണം. കാരണം ഇപ്പോൾ സമയം പ്രകൃതിയിലൂടെ തൻ്റെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെ സമീപതയെ സാധാരണ കാര്യമായി വിചാരിക്കരുത്. അപ്രതീക്ഷിതം, എവർ റെഡി എന്ന വാക്കുകളെ തൻ്റെ കർമ്മയോഗി ജീവിതത്തിൽ ഓരോ സമയത്തും സ്മൃതിയിൽ വയ്ക്കൂ. തൻ്റെ ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം സ്വയം പ്രതിയും ഭിന്ന ഭിന്ന രൂപത്തിൽ ചെയ്യൂ. ഏതുപോലെ സയൻസ് തൻ്റെ പുതിയ പുതിയ പ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം സ്വയം പ്രതി പ്രയോഗം ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമോ അത്രയും തന്നെ മറ്റുള്ളവരെ പ്രതിയും ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വിശേഷിച്ച് തൻ്റെ ശക്തികളുടെ സകാശ് 4 ഭാഗത്തും വ്യാപിപ്പിക്കൂ. താങ്കളുടെ പ്രകൃതി, സൂര്യൻ്റെ ശക്തി, സൂര്യൻ്റെ കിരണങ്ങൾ അതിൻ്റെ കാര്യം എത്ര രൂപങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു, ജലം വറ്റിക്കുകയും ചെയ്യുന്നു. പകലിൽ നിന്നും രാത്രി, രാത്രിയിൽ നിന്നും പകലാക്കി കാണിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് തൻ്റെ ശക്തികളുടെ സകാശ് വായുമണ്ഡലത്തിൽ വ്യാപിപ്പിക്കാൻ സാധിക്കില്ലേ? ആത്മാക്കളെ തൻ്റെ ശക്തികളുടെ സകാശിലൂടെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കില്ലേ? ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തെ എമർജ് ചെയ്യൂ. കിരണങ്ങൾ വ്യാപിപ്പിക്കൂ, സകാശ് വ്യാപിപ്പിക്കൂ. ഏതുപോലെ സ്ഥാപനയുടെ ആദികാലത്തിൽ ബാബ്ദാദയുടെ ഭാഗത്തു നിന്നും അനേകം ആത്മാക്കൾക്ക് സുഖത്തിൻ്റെ ശാന്തിയുടെ സകാശ് ലഭിക്കുന്നതിൻ്റെ അനുഭവം വീട്ടിലിരിക്കവേ ഉണ്ടായി. പോകൂ എന്ന സങ്കല്പം ലഭിച്ചു. ഇതേപോലെ ഇപ്പോൾ മാസ്റ്റർ ജ്ഞാനസൂര്യനായ കുട്ടികളായ നിങ്ങളിലൂടെ സുഖത്തിൻ്റെ ശാന്തിയുടെ അലകൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ അനുഭൂതി ഉണ്ടാകണം. എന്നാൽ അതുണ്ടാകുന്നത് അഥവാ ഇതിൻ്റെ ഉപാധിയാണ് മനസ്സിൻ്റെ ഏകാഗ്രത, ഓർമ്മയുടെ ഏകാഗ്രത. ഏകാഗ്രതയുടെ ശക്തിയെ സ്വയം തന്നിൽ വർദ്ധിപ്പിക്കൂ. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ വരെ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ വരെയും മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കണം. ഇപ്പോൾ മാസ്റ്റർ ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തെ എമർജ് ചെയ്യൂ. ശക്തികളുടെ കിരണങ്ങൾ സകാശ് വ്യാപിപ്പിക്കൂ. കുട്ടികൾ സേവനത്തിൻ്റെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഓരോ സ്ഥാനത്തും സേവനം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ബാബ്ദാദ കേട്ടു സന്തുഷ്ടവുമാണ്. ബാബ്ദാദയുടെ അടുക്കൽ എല്ലാ ഭാഗത്തുമുള്ള നല്ല നല്ല സേവനത്തിൻ്റെ സമാചാരം എത്തിച്ചേർന്നിരിക്കുന്നു. എക്സിബിഷൻ നടത്തുന്നതിലൂടെ ആയാലും ന്യൂസ് പേപ്പറിലൂടെ ആയാലും ടി വിയിലൂടെ സന്ദേശം നൽകുന്നതിൻ്റെ കാര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദേശവും എത്തിച്ചേർന്നു, നന്നായി സന്ദേശം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലും എവിടമാണോ അവശേഷിക്കുന്നത് ഓരോ സോണും നല്ല രീതിയിൽ അവരവരുടെ ഏരിയ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലൂടെ, ടി വിയിലൂടെ, ഭിന്ന ഭിന്ന സാധനങ്ങളിലൂടെ
ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ബാപ്ദാദ വളരെയധികം സ്നേഹയുക്തമായ ആശീർവാദങ്ങൾ നിറഞ്ഞ ആശംസകൾ നൽകുകയാണ്. എന്നാൽ ഇപ്പോൾ സന്ദേശം നൽകുന്നതിലാണെങ്കിൽ നല്ല ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. ബ്രഹ്മകുമാരീസ് എന്താണ്? വളരെ നല്ല ശക്തിശാലി കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ശബ്ദം 4 ഭാഗത്തും നന്നായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ എന്താണെന്ന് കേൾപ്പിക്കട്ടെ. എന്നാൽ എന്നത് കേൾപ്പിക്കട്ടെ. എന്നാൽ ബ്രഹ്മകുമാരിമാരുടെ ബാബ എത്ര നല്ലതാണ്. ആ ശബ്ദം ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ബ്രഹ്മകുമാരിമാർ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചെയ്യിക്കുന്നവൻ ആരാണ്? ഇപ്പോൾ ഈ പ്രത്യക്ഷത വരണം. ബാബ വന്നിരിക്കുകയാണ്. ഈ സമാചാരം മനസ്സിൻ്റെ തലം വരെ എത്തേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കൂ. ബാബ്ദാദയോട് കുട്ടികൾ ചോദ്യം ചോദിച്ചു. അവകാശി അല്ലെങ്കിൽ മൈക്ക് എന്ന് ആരെയാണ് പറയുക? മൈക്ക് വന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സമയമനുസരിച്ച് ബാബ്ദാദ ആഗ്രഹിക്കുന്ന മൈക്ക് അല്ലെങ്കിൽ ആവശ്യമായത് ശബ്ദത്തിൻ്റെ മഹത്വം ഉള്ളവരെയാണ്. അഥവാ സാധാരണക്കാർ ബാബ എന്ന വാക്ക് പറയുകയും ചെയ്യുന്നു. നല്ലതാണ് ചെയ്യുന്നത്. ഈ തലം വരെ കൊണ്ടുവന്നു. അപ്പോൾ ബാബ്ദാദ ആശംസകൾ നൽകുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള മൈക്ക് വേണം. അവരുടെ ശബ്ദം ലോകം മൂല്യം കൽപ്പിക്കുന്നതാകണം. ഇങ്ങനെയുള്ള പ്രസിദ്ധർ ഉണ്ടാകണം. പ്രസിദ്ധം എന്നതിൻ്റെ അർത്ഥം ശ്രേഷ്ഠ പദവിയുള്ളവർ എന്നല്ല. എന്നാൽ അവരുടെ ശബ്ദം കേട്ട് ഇങ്ങനെ മനസ്സിലാക്കണം, ഈ പറയുന്നവർ എന്താണോ പറയുന്നത് ഇവരുടെ ശബ്ദത്തിന് വാല്യൂ ഉണ്ട്. അഥവാ ഇവർ അനുഭവത്തോടു കൂടി പറയുകയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാകും. ഏതുപോലെ മൈക്ക് ധാരാളമുണ്ട്. എന്നാൽ മൈക്കുകളിലും ചിലത് ഒരളവിൽ പവർ ഉള്ളതായിരിക്കും, ചിലതിന് മറ്റൊരളവിലായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മൈക്കിനെ അന്വേഷിക്കൂ. അവരുടെ ശബ്ദത്തിൽ ശക്തി ഉണ്ടായിരിക്കണം. അവരുടെ ശബ്ദം കേട്ട് ഇങ്ങനെ മനസ്സിലാക്കണം, ഇവർ അനുഭവം ചെയ്ത ശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഏതോ കാര്യമുണ്ട്. എന്നാൽ ഏതായാലും വർത്തമാന സമയത്ത് ഓരോ സോണിലും ഓരോ വിങ്ങിലും മൈക്കുകൾ തീർച്ചയായും വന്നിട്ടുണ്ട്. സേവനത്തിൻ്റെ പ്രത്യക്ഷ റിസൾട്ട് വന്നിട്ടില്ല എന്നല്ല ബാബ്ദാദ പറയുന്നത്, വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സമയം കുറവാണ്. സേവനത്തിൻ്റെ മഹത്വമുള്ള ആത്മാക്കളെ ഇപ്പോൾ നിമിത്തം ആക്കേണ്ടി വരും. അവരുടെ ശബ്ദത്തിന് വാല്യൂ ഉണ്ടായിരിക്കണം. പദവിയുള്ളവർ അല്ലെങ്കിൽ പോലും അവർക്ക് പ്രാക്ടിക്കൽ ലൈഫിൻ്റെയും പ്രാക്ടിക്കൽ അനുഭവത്തിൻ്റെയും അതോറിറ്റി ഉണ്ടായിരിക്കണം. അവരുടെ വാക്കിൽ അനുഭവത്തിൻ്റെ അതോറിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ എങ്ങനെയുള്ള മൈക്കാണ് വേണ്ടത്? അവകാശിയെക്കുറിച്ചും അറിയുന്നുണ്ട്. അവരുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചുവടിലും ബാബയും കർത്തവ്യവും, അതിനോടൊപ്പം മനസ്സ്, വാക്ക്, കർമ്മം, ശരീരം, മനസ്സ്, ധനം എല്ലാത്തിലും ബാബയും യജ്ഞവും ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടാകണം. പരിധിയില്ലാത്ത സേവനം അടങ്ങിയിട്ടുണ്ടായിരിക്കണം. സകാശ് നൽകുന്നതിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ശരി. ഇപ്പോൾ ഒരു സെക്കൻഡിൽ മുഴുവൻ സഭയും ആര് എവിടെയായിരുന്നാലും അവിടെ മനസ്സിനെ
ഏക സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. ബാബയും പരംധാമത്തിൽ അനാദി ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാനും പരംധാമത്തിൽ ബാബയോടൊപ്പം ഇരിക്കൂ. ശരി, ഇപ്പോൾ സാകാരത്തിൽ വരൂ. ഇപ്പോൾ വർത്തമാന സമയത്തിൻ്റെ കണക്കനുസരിച്ച് മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുന്നതിൻ്റെ അഭ്യാസം. ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതേ കാര്യത്തിൽ ഏകാഗ്രമാക്കൂ. കൺട്രോളിംഗ് പവറിനെ കൂടുതൽ വർദ്ധിപ്പിക്കൂ. മനസ്സ്, ബുദ്ധി, സംസ്കാരം മൂന്നിൻ്റെയും മേൽ കൺട്രോളിംഗ് പവർ. ഈ അഭ്യാസം വരാൻ പോകുന്ന സമയത്ത് വളരെയധികം സഹയോഗം നൽകും. വായുമണ്ഡലം അനുസരിച്ച് 1 സെക്കൻഡിൽ കൺട്രോൾ ചെയ്യേണ്ടി വരും. എന്താഗ്രഹിക്കുന്നോ അതുണ്ടാകണം. അപ്പോൾ ഈ അഭ്യാസം വളരെ ആവശ്യമാണ്. ഇതിനെ നിസ്സാരമാക്കരുത്. കാരണം സമയത്തിന് ഇതുതന്നെയാണ് അന്തിമം സുഖകരമാക്കുന്നത്. ശരി, 4 ഭാഗത്തുമുള്ള ഡബിൾ സിംഹാസനധാരികൾക്ക്, ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥർക്ക്, കൂടെ വിശ്വരാജ്യ സിംഹാസനത്തിന് അധികാരിയായവർക്ക് സദാ തൻ്റെ അനാദി സ്വരൂപത്തിൽ, ആദി സ്വരൂപത്തിൽ, മധ്യസ്വരൂപത്തിൽ, അന്തിമ സ്വരൂപത്തിൽ എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോൾ സ്ഥിതി ചെയ്യുന്നവർക്ക്, സദാ സർവ ഖജനാവുകളെയും സ്വയം കാര്യത്തിൽ വിനിയോഗിക്കുന്നവരും മറ്റുള്ളവരെയും ഖജനാവുകളാൽ സമ്പന്നമാക്കുകയും ചെയ്യുന്നവർക്ക്, സർവ ആത്മാക്കൾക്കും ബാബയിൽ നിന്നും മുക്തിയുടെ സമ്പത്ത് നേടിക്കൊടുക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള പരമാത്മാ സ്നേഹത്തിന് പാത്രമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ. നമസ്തേ. വരദാനം: കൂട്ടുകാരൻ്റെയും സാക്ഷ്യസ്ഥിതിയുടെയും അനുഭവത്തിലൂടെ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സദാ ബാബയുടെ കൂടെയിരിക്കുന്നത് അവർ സ്വതവേ സാക്ഷി ആകുന്നു. കാരണം ബാബ സ്വയം സാക്ഷിയായി പാട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ആ ഒന്നിൻ്റെ കൂടെയിരിക്കുന്നവരും സാക്ഷിയായി പാട്ട് അഭിനയിക്കും. ആരുടെ കൂട്ടുകാരൻ സ്വയം സർവശക്തിമാനായ ബാബയാണോ അവർ സ്വതവേ തന്നെ സഫലതാമൂർത്തിയുമായി മാറുന്നു. ഭക്തിമാർഗത്തിലാണെങ്കിൽ വിളിക്കുന്നു. അല്പസമയത്തേക്ക് കൂട്ടുകെട്ടിൻ്റെ അനുഭവം നൽകൂ. തിളക്കം കാണിക്കൂ. എന്നാൽ താങ്കൾ സർവസംബന്ധങ്ങളിലൂടെ കൂട്ടുകാരനായി. അപ്പോൾ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കൂ. നേടേണ്ടിയിരുന്നത് നേടിക്കഴിഞ്ഞു. സ്ലോഗൻ: മനസ്സ് ഉദാസീനമായിരിക്കുന്നതും സന്തോഷം നഷ്ടമായിരിക്കുന്നതും വ്യർത്ഥ സങ്കല്പങ്ങളുടെ അടയാളമാണ്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. വളരെ കാലം അചഞ്ചലവും ആടാത്തതും നിർവിഘ്നവും നിർബന്ധനവും നിർവികൽപ്പവും നിർവികർമ്മവും, അതായത് നിരാകാരി, നിർവികാരി, നിരഹങ്കാരി സ്ഥിതിയിൽ ഇരിക്കൂ. അപ്പോൾ കർമാതീതമാകാൻ സാധിക്കും. സേവനത്തിൻ്റെ വിസ്താരം എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും വിസ്താരത്തിൽ പോകുമ്പോൾ സാരത്തിൻ്റെ സ്ഥിതിയുടെ അഭ്യാസം കുറഞ്ഞു പോകരുത്. വിസ്താരത്തിൽ സാരം മറന്നു പോകരുത്. കഴിക്കൂ, കുടിക്കൂ, സേവനം ചെയ്യൂ. എന്നാൽ വേറിട്ട അവസ്ഥ മറക്കരുത്. ഓം ശാന്തി.